എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ടാരോട്ട് റീഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കൃത്യമായി എന്താണ് തോന്നുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടാരോ റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. കൃത്യമായി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് എന്താണ് തോന്നുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനുവേണ്ടി 4 കാർഡുകളാണ് വെച്ചിട്ടുള്ളത്, 4 നമ്പറുകളാണ് വെച്ചിട്ടുള്ളത്. 1, 2, 3 and 4. ഈ 4 നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നമ്പർ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സത്യസന്ധമായ റീഡിംഗ് എൻ്റെ പേഴ്സണ് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിക്ക്, അത് ആരുമാവാം, അവർക്ക് എന്നോട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് സത്യസന്ധമായി എനിക്കറിയാൻ കഴിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 തവണ ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം ഒരു നമ്പർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ നമ്പർ തിരഞ്ഞെടുക്കുക. പെട്ടെന്ന് എന്താണെന്ന് അറിയുമ്പോൾ ഉള്ള ആ അന്താളിപ്പ് ഉണ്ടാവാതിരിക്കാനും അതിനനുസരിച്ച് ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സഹായകമാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 4 കാർഡുകൾ വെച്ചിട്ടുണ്ട്. ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒരു കാർഡ് തിരഞ്ഞെടുക്കൂ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് കാർഡുകൾ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാർഡ് വന്നിട്ടുള്ളത് 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് ആണ്, പക്ഷേ അത് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് തല തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് നാലാമത്തെ കാർഡ് ഹെയറോഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഹെയറോഫൻ്റും നമുക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്, അതായത് തല തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. ഇനി ഓരോ കാർഡിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇത് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെ അനുകൂലമായ തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളോടൊപ്പമുള്ളപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾ 2 പേർക്കും ഒരു സുരക്ഷിതമായ ഭാവി സൃഷ്ടിക്കാനും വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളിലും താല്പര്യങ്ങളിലും നിങ്ങൾ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ അത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും നിങ്ങളുടെ താല്പര്യങ്ങളിലും നിങ്ങളത് നേടാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതൊരു ജോലിയും വിജയം കൈവരിക്കാനുള്ള പ്രേരണയും പ്രതിബദ്ധതയും നിങ്ങൾക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്തും നേടാൻ കഴിയും എന്ന് സംശയമൊന്നും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും. ഈ ലോകത്തെക്കുറിച്ച്, ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് നല്ല ഒരു ചിന്ത ഉള്ള ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് നിങ്ങൾ ഒരാളെ തിരയുമ്പോൾ, നിങ്ങളൊരു വ്യക്തിയെ ചൂസ് ചെയ്യുമ്പോൾ അത് എല്ലാ തരത്തിലും ഒരു നല്ല പങ്കാളിയെയാണ് നിങ്ങൾ തിരയുന്നത്. അതായത് ഒരു കുടുംബം ആരംഭിക്കാനുള്ള കഴിയുന്ന ഒരു പങ്കാളിയെയാണ് നിങ്ങൾ തിരയുന്നത് എന്നതാണ് സത്യം. നിങ്ങളുടെ വിശ്വാസങ്ങൾ ആയിട്ട് മാച്ച് ആവുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അത് നിങ്ങളുടെ പങ്കാളിയായിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അവരിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. അവരുമായി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ശരിക്കും ഇണങ്ങിച്ചേരാൻ കഴിയുന്ന ഒരു വ്യക്തിയായി അവർ നിങ്ങളെ കരുതുന്നുണ്ട്. നിങ്ങൾ വളരെയധികം
താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു നല്ലൊരു ടീമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാമെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ പ്രചോദിപ്പിക്കുക, അതായത് അത് യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സത്യസന്ധത പുലർത്താൻ കഴിയുമെന്നും ഒരുമിച്ച് സമയം ചെലവിടാൻ കഴിയുമെന്നും അത് ആസ്വദിക്കാൻ കഴിയുമെന്നുമെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. ഒരു പോസിറ്റീവ് കാർഡായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാർഡിലേക്ക് പോവാം. രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് 9 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനവും നിങ്ങളെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായവും ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ശക്തനും ഒരു പ്രതിരോധശേഷിയുള്ള, അതായത് എന്തിനേയും മറികടക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ബഹുമാനം തന്നെയാണ് കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളെ ഒരു റോൾ മോഡലായിട്ട് വേണം, നിങ്ങളെ ഒരു റോൾ മോഡൽ, നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് പുറമേ പ്രകടിപ്പിച്ചോളണമെന്നില്ല, അവരുടെ മനസ്സിൽ ശരിക്കും നിങ്ങളെക്കുറിച്ച് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്ക് അത്രത്തോളം നിങ്ങൾ അർപ്പണബോധത്തോടെ ആയിരിക്കും പെരുമാറുക എന്ന് തന്നെയാണ് അയാൾ വിശ്വസിക്കുന്നത്. ആ വ്യക്തി അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവും എന്ന് അവർ വിശ്വസിക്കുന്നു. അതായത് നിങ്ങളിൽ അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. കൂടാതെ അവർക്ക് നിങ്ങളോട് ശക്തമായ ഒരു സംരക്ഷണ രീതിയിലുള്ള ഫീലിങ്സ് കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവരായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് തന്നെ അത് ഉറപ്പാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവരെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അവരെ വിശ്വസിക്കുന്നതിന് വേണ്ടി എങ്ങനെ നിലകൊള്ളണം എന്ന് മടിയില്ലാത്ത ഒരാളാണ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് തീവ്രമായി വിശ്വസ്തത പുലർത്തുന്നു. സ്വന്തം കഴിവുകളിൽ നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ അവർക്ക് നല്ല വിശ്വാസമുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പിന്തുണ കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതായത് അവരുടെ ഒരു പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബെറ്ററിന് ബെസ്റ്റിലേക്ക് പോവും എന്നവർ ചിന്തിക്കുന്നു എന്ന് പറയാം. നിങ്ങൾക്ക് വിജയിക്കാനുള്ളത് നിങ്ങളുടെ അടുത്തുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. എങ്കിലും ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ അവരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുകൂടി അവർ വിശ്വസിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ വന്നിട്ടുള്ളത് ജഡ്ജ്മെൻറ്റ് റിവേഴ്സ്ഡ് ആണ്. അതായത് തല തിരിഞ്ഞിരിക്കുന്ന ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് പറയുന്നത് ഇപ്പം കാര്യങ്ങളൊന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോണില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാതെ ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലൊക്കെ അങ്ങനെ തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ജീവിതത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് അവർ കരുതുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങൾ ഒരു ബന്ധത്തിലാണെങ്കിൽ ഭൂതകാലത്തെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങളുടെ പങ്കാളി കരുതുന്നുണ്ട്, വ്യക്തി കരുതുന്നുണ്ട്. പങ്കാളി ഹൂവർ ഇറ്റ് ഈസ്, അതായത് പങ്കാളി എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളൊരു വേറൊരു വ്യക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഭൂതകാലത്തിൽ, അതായത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മറന്നിട്ട്, അല്ലെങ്കിൽ അതവിടെ പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ, വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പ്രതിബദ്ധത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ബന്ധമായിരിക്കും, അങ്ങനെ രീതിയിലെടുക്കാം. പ്രധാനപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ തീരുമാനിക്കണമെന്ന് അവർ കരുതുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഡിലേ ആയി ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് എന്നവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് എന്ത് തന്നെയായാലും നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് വിശ്വസിക്കാനും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കണം എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ, അതായത് വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ കാര്യങ്ങൾക്ക് ഇടം നൽകുക എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുന്നതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും, പകരം അതിനെ സ്വാഗതം ചെയ്യണം, ആ മാറ്റത്തിനെ സ്വാഗതം ചെയ്യണം, എന്നിട്ട് പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ എപ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പം അവിവാഹിതനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പഴയ ഒരു ഭൂതകാലത്തിൽ, അതായത് പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് പുതിയ ഒരു അവസരം നൽകാനും തയ്യാറാണ് എന്ന് ആണ് തോന്നുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ മുൻകാലത്തെ വേദനകളും നീരസങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് സ്നേഹത്തിൻ്റെ സാധ്യതയിലേക്ക് വഴി തുറക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വയം ഹീൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. എല്ലാവരും തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകാനും ജീവിതം നന്നായിട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയും എന്നാണ് പറയാനുള്ളത്. അതുതന്നെയാണ് ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി നമുക്ക് കാർഡ് 4ലേക്ക് പോവാം. കാർഡ് 4 സെലക്ട് ചെയ്തവർക്ക് ഹെയറോഫൻറ്റ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അതായത് തല തിരിഞ്ഞ് നിൽക്കുന്ന ഹെയറോഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാരമ്പര്യബോധം നിലനിർത്തുന്ന ഒരാളാണെന്നും അതിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ ട്രഡീഷണൽ വാല്യൂസിലൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് വളരെ ട്രഡീഷണൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്നും അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നൊരു ധാരണ അവർക്കുണ്ട്. നിങ്ങൾ ആക്ച്വലി ഒരു സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരോഗ്യകരവും സുസ്ഥിരവുമായ അതായത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേബിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ വിശ്വാസയോഗ്യനും അതേപോലെ തന്നെ അർപ്പണബോധവും കൂടിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ
തെളിയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ആത്മീയത ഉള്ള ഒരു വ്യക്തി, അതായത് സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ലക്ഷ്യത്തോടെ അഭിവൃദ്ധി പ്രാപിക്കുക, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ. ഒരു ലക്ഷ്യബോധത്തോടെ അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്ന കാരണങ്ങളിലേക്കോ അല്ലെങ്കിൽ വിശ്വാസ വ്യവസ്ഥകളിലേക്കോ ഉള്ള ഒരു എന്താ പറയുക, അങ്ങോട്ടങ്ങനെ ചായ്വ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ചായ്വ് നിങ്ങൾക്ക് അനുഭവപ്പെടും. പിന്നെ നിങ്ങളിപ്പോൾ നിലവിൽ അവിവാഹിതനാണെങ്കിൽ, സിംഗിളാണെങ്കിൽ ഒരു നല്ല സമയം ആസ്വദിക്കാനുള്ളൊരു അങ്ങനെയൊക്കെ ഒരാളായി തോന്നുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കുന്ന പോലെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കുന്ന പോലെ നിങ്ങൾ ചിന്തിച്ച വ്യക്തിക്ക് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ കുറിച്ച് വിഷമിക്കുന്നുണ്ട്, അതായത് ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആസ്വദിക്കാൻ മാത്രം ഇപ്പോൾ വയ്യ എന്നുള്ള രീതിയിൽ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സത്യസന്ധമായ ഫീലിങ്സിനെ നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നും ഒക്കെയാണ് ആ വ്യക്തിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചുവടുവയ്പ്പ് എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് നിങ്ങളൊരു സൂചന കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്താ, അവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതിന് നിങ്ങളൊരു ഹിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സൂചന നിങ്ങളായിട്ട് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി അഥവാ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഒരു ബന്ധത്തിലാണെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബന്ധത്തിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്, സ്റ്റേബിളാണെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാവി എന്താവും എന്നുള്ളത് അറിയാനുള്ള ഒരു എന്താ പറയുക, ഔത്സുക്യം പറയില്ലേ, എന്താ പറയുക, ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചറിയാൻ ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയില്ലേ, അങ്ങനെ ഉള്ളൊരു പോലെയാണ് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾ എടുത്ത കാർഡ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.